ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ മരിച്ച വീട്ടിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി പോയില്ല. ഇന്ന് പകൽ പോകാമെന്നുള്ളത് വിചാരിച്ചു. കാരണം ഡെഡ് ബോഡി കൊണ്ടുവരാനായിട്ട് കുറേ ലേറ്റായി, 12 മണിക്ക് ശേഷമാണ് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ നേരത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ സമയത്ത് പോകുമ്പോഴത്തെ എല്ലാ കരച്ചിലും ആ ബഹളവും കാണാനുള്ളൊരു പണ്ടത്തെ പോലെ എനിക്ക് പറ്റണില്ല. നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, പ്രഷർ കയറുക അങ്ങനെയുള്ളൊരു സംഭവമുള്ള കാരണം ഞാൻ മാക്സിമം കുട്ടികളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ ശവസംസ്കാരത്തിൻ്റെ സമയത്തും പോകണ്ട. കാരണം ആ സമയമൊക്കെ നമുക്കെന്ന് വെച്ചാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത കുറേ സമയമാണത്. കാരണം ചെറുപ്പം കുട്ടിയല്ലേ. അങ്ങനെ ദേ നിങ്ങൾ വിചാരിക്കേണ്ട ഇതാരപ്പതെന്ന് ഡിംപിളും ആൻസനും പുലർച്ചെ വന്നു. കാരണം എന്താ വെച്ചാൽ ആൻസൺ കോയമ്പത്തൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഡിംപിളിനെ കൊണ്ടുവന്നു. കൊച്ചിനെ പാച്ചുവിനെ ഓൾറെഡി മറ്റേ ഫസ്റ്റ് പ്ലേ സ്കൂളിലേക്ക് ആക്കി. അത് കഴിഞ്ഞ് അപ്പാപ്പനും ഞാനും ദേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവർ പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരിക ചെയ്ത്, അളിയനും കൂടി പോയിട്ട് വാങ്ങിയിട്ട് വരിക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കറുപ്പ് വളകളാണ്, ബ്ലാക്ക് കരിമണി. അതായത് ഇത് ബ്ലാക്കും റൂബിയും കൂടിയിട്ടാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതൊക്കെ 2.6 അധിക ഭാഗം സൈസുള്ളത്. പക്ഷേ 2.8 ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്, 2.10 ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ. ഇതൊക്കെ 2.2, 4, 6, 8, 10, 2.2 വളരെ അപൂർവമാണ്. 2.2, 2.10 വളരെ എല്ലാ ഡിസൈൻസിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരിടയ്ക്കും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കരിമണി മാത്രമായിട്ട്. അപ്പോൾ ഞാനത് ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ പീസ് വരണത് അല്ലെങ്കിൽ 2 പീസൊക്കെ വരണതുണ്ട്. നമ്മൾ റീസെല്ലിങ്ങിന് കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന ഒറ്റ പീസ് 2 പീസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വില കുറവിൽ കൊടുക്കാറുണ്ട് കേട്ടോ. സാധനം കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടല്ല, ഈ ഒരെണ്ണമൊക്കെ ആയിട്ട് ഒരു ബോക്സിൽ ഈ ഒരെണ്ണമായിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, അതായത് ചിലപ്പോൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ചിലപ്പോൾ 3 അങ്ങനെ വേറിട്ട് നിൽക്കുന്ന പീസുകൾ കേട്ടോ. ഇതൊക്കെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുറേ ഉണ്ട്. നേരത്തെ കണ്ടത് മാത്രം ഒരെണ്ണം, ചിലത് മാത്രം ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അത് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീടിൻ്റെ ഒരേ ഭാഗം നോക്കിയപ്പോൾ നമ്മളുടെ ചട്ടിയുമൊക്കെ ഉണ്ടായിരുന്ന അക്കി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് എല്ലാതും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒതുക്കലും പെറുക്കലൊക്കെ ആകുമ്പോൾ അത് ഗമ്മുമ്മ നിൽക്കുന്നതെല്ലാം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോവുക മാത്രമല്ല, അതൊക്കെ എവിടെയാണ് ഇട്ടേത് പോലും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളുടെ ഗ്രൂപ്പിലൊരു മോളുണ്ട് ഇവലിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മോള് നന്നായി ചെയ്യും, ഇങ്ങനെ ക്ലിപ്പുകളും ഇങ്ങനെ ഒക്കെ നന്നായി ചെയ്യുന്ന ഒരു മോളാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോ സംഭവങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞീതമ്മലിക്ക് അപ്പോൾ ഞാൻ കിച്ചണിലും ബാക്കിയുള്ളിടത്തൊക്കെ റെഡും വൈറ്റുമാണ്. വൈറ്റുമേ റെഡ് സ്റ്റിക്കറാണ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്കി ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുവിധമൊക്കെ പോയി. ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ പലതും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ എന്തിട്ട് കായാണ് നമ്മുടെ നീളത്തിലുള്ളത്, അതിൻ്റെ പിസ്റ്റയുടെ മറ്റേ തോടുണ്ട്, കല്ലുമ്മക്കായ, അങ്ങനെ എല്ലാത്തോണ്ടും ചേച്ചി ചെയ്യും. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വാക്ക് പറയാൻ കാത്തുക്കുക, ആൾ ഉണ്ടാക്കി തരാൻ എന്നോട് പറഞ്ഞു ഷീറ്റ് കൊണ്ടുവന്നോളൂ ചെയ്ത് തരാമെന്ന്. പക്ഷേ ഞാനത് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആ കുട്ടിയോട് ഹാളിലുള്ളതിന് ബ്ലാക്കും ബാക്കിയുള്ളതിനൊക്കെ റെഡ് ബോ ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് അക്കി ഐർലൻഡിൽ പോകുമ്പോൾ തന്ന ചട്ടികളാട്ടോ. ഒക്കെ നല്ല ഭംഗിയിൽ തന്നതാണ്. പക്ഷേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതിൽ കംപ്ലീറ്റ് പോയി. അപ്പോൾ അതുണ്ടായത്. അപ്പോൾ ഞാനിനി അത് ഒന്നേന്ന് കംപ്ലീറ്റ് ഒരു മഴ പെയ്താലേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്ത് കയറുകയെന്ന് പറഞ്ഞാൽ ശരിക്കും വിയർത്ത് വയ്യാണ്ടാവുകയാണ്. അപ്പോൾ അതേ മണി 1 അപ്പാപ്പൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാച്ചുട്ടനെയും കൊണ്ട് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ പാച്ചുട്ടനെ എടുക്കാനായിട്ട് ഡിവൈനാണ് ഓടിച്ചെന്നത്. അപ്പോൾ ഓച്ചു ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ വന്നതിന് ശേഷം മരിച്ചോടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ വേഗം വെച്ചപ്പോൾ ആദ്യം രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായി വൈകിയപ്പോൾ ആദ്യം ഓച്ചു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു മരിച്ചോടത്തേക്ക് പോകാം. പിന്നെ നോക്കിയപ്പോൾ ഇവനെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറും കറികളൊക്കെ വെച്ചു. അപ്പോൾ ചോറ് വെച്ചു, കടല ഉപ്പേരി വെച്ചു, സംഭാരം ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ മീനും വറുത്ത് കഴിഞ്ഞാൽ അത് മതിയല്ലോ കുട്ടികൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആ പരിപാടികൾ മീൻ നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ വറുത്തോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡാഡി പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചിട്ട് പോകാം, എങ്ങാനും ലേറ്റായ മറ്റേ ശവസംസ്കാര ചടങ്ങിന് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവേണ്ട 4 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 2:30 ആയി പോകുമ്പോൾ. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണതിൻ്റെ ഒപ്പം സ്നാക്സും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ.
അപ്പോൾ പാച്ചു ദേ വന്നു. പാച്ചുവിൻ്റെ ബോക്സുകളൊക്കെ എടുത്ത് കളിയായിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സംഭവങ്ങൾ ഞാൻ വേഗം റെഡിയാക്കി. അങ്ങനെ ഇന്നലെ നമ്മൾ വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ, ഡിവൈൻ ഒരു ദിവസം കാലത്ത് വേവിച്ച കടലയുണ്ട്, ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അത് മീൻകറി വെച്ചപ്പോൾ പിന്നെ കടല അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചെടുത്ത് ഉപ്പേരി വെച്ചു, ഇന്ന് ബാക്കി വെച്ചു. അങ്ങനെ ഞാനും ഡാഡിയും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലങ്കരയിൽ ഗാന്ധിനഗർ എന്ന് പറയും. അവിടെ ലാസ്റ്റ് കുറേ ഉള്ളിലേക്ക് അങ്ങോട്ട് കുറേ വീടുകൾ, നല്ല നല്ല വീടുകളാട്ടോ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷമായിട്ടുള്ളൂ അവിടെ താമസമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ണംകുളങ്ങര ഞങ്ങളുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അപ്പയും അമ്മയും 10 മക്കളാണ് ഞങ്ങൾ. പണ്ടത്തെ അറിയാലോ നിങ്ങൾക്ക്, വീടുകൾ എന്ന് പറയുമ്പോൾ ഒന്നുപോലെ കഴിയുന്ന വീടുകളായിരുന്നു. അതായത് ഇവിടെ എന്ത് വെച്ചാലും അപ്പുറത്ത് എന്ത് വെച്ചാലും ഇപ്പുറത്തും എല്ലാത്തിനും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇട്ട ഡ്രസ്സിൽ, അതായത് ഒരു ചെറിയ വഴിയുടെ അപ്പുറം ഞങ്ങളുടെ വീടുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ളായിരുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ഈ 45 വയസ്സിലൊക്കെ ഒരാൾ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി സത്യത്തിൽ. ഞങ്ങൾ പോയി കുറച്ചധികം നേരം അവിടെ നിന്നു, എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങളിതേ മടങ്ങി വന്നു കേട്ടോ. മടങ്ങി വന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സംഭവം അവിടെ നിന്ന് എനിക്ക് അക്കയുടെ വീട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം. കാരണം 1 മാസം മുമ്പ് ഞാൻ വെള്ളയപ്പം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഫോണിൽ വിളിച്ച് ഫ്രിഡ്ജിൻ്റെ കാര്യം ചോദിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എന്തോ കണ്ടപ്പോഴും അതെനിക്ക് ഭയങ്കര വിഷമമായി. 3 ആൺമക്കളാണ്. അപ്പോൾ ആ 3 കുട്ടികളൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്കതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരം. അപ്പോൾ ഇതൊക്കെ അതേ പുതിയ ബ്രേസ്ലെറ്റ്സ് വന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പല മുഖങ്ങൾ കാണും. അപ്പോൾ നമ്മളെ ആരെ കാണുമ്പോഴും നമ്മളൊന്ന് ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ പിന്നെ നമ്മൾ കാണാം, ഒന്നെങ്കിൽ അവർ പെട്ടിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടിയിൽ കിടക്കുമ്പോഴാവും. കാരണം അത്ര അടുത്തുള്ളവരാവുമല്ലോ. പക്ഷെ അപ്പോഴും നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യമൊക്കെ വെച്ച് നടന്നു പോണവരെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തിനാ നമുക്ക് ഇത്രയും ഒരു പകയും വിദ്വേഷമൊക്കെ പരസ്പരം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ അതെല്ലാവരും വിചാരിക്കണില്ല. പക്ഷെ അതിപ്പോൾ നമുക്കൊരാളെയും തിരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട്, ചൂടിൻ്റെ യാത്രയുടെ എല്ലാം കൊണ്ടും. ഡിമ്പിളും കൊച്ചും ഉറങ്ങി, ഞാനും ഡാഡിയും സെറ്റീമ കിടന്ന് അങ്ങനെ ഉറങ്ങി. ഡിവൈൻ ഉറങ്ങിയില്ല, കുട്ടികളെയും കൊണ്ട് മുകളിൽ വന്നു. കാരണം തോമുവിനെ ഉറക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിവൈനും കുട്ടികളും മുകളിൽ അവിടെ റൂമിൽ കഴിച്ചു കൂട്ടി. അങ്ങനെ ശരിക്കും 7 മണിയായപ്പോഴാണ് എണീറ്റത്. എന്നിട്ടാണ് തുണികളൊക്കെ ഞാൻ തോരയിട്ടത്. കാരണം ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നു. തിരിച്ച് വന്നപ്പോഴാണ് അയ്യോ അത് ഇട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഡിവൈനും ഡിമ്പിളും പറഞ്ഞു ഞങ്ങളോടൊരു വാക്ക് പറയാറുന്നില്ലെന്ന്. അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇതും വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്തില്ല. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ഒരൊറ്റ ഇരിപ്പിരുന്നതാണ്. കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് ഷീറ്റിൻ്റെ ചൂട്, താഴ്ത്തുനിന്ന് കോൺക്രീറ്റിൻ്റെ ചൂട്, എല്ലാം കൊണ്ടും ഭയങ്കര എന്താ പറയുക സംഭ്രമം എടുക്കണ പോലെ ആ സമയത്ത് പുറത്തിറങ്ങിയ. അപ്പോൾ ഞാൻ സാധാരണ ഇത് പനങ്കൽക്കണ്ടം ഉരുക്കി വെക്കാറുണ്ട്, ഞാൻ ശരിക്കും മറന്നു അത്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു അത് സാരമില്ല മമ്മി, ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഡിവൈൻ പനങ്കൽക്കണ്ടം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 1/2 കിലോന് 350 രൂപ എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾ MRP വിലയ്ക്കാണ് സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരിക. ഇത് ബെസ്റ്റിൽ നിന്ന് വാങ്ങിച്ചാൽ 240 രൂപ അങ്ങോട്ട് ആയുള്ളൂ. അതാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ വോയിസ് കൊടുത്ത് ചെയ്യേണ്ട കാര്യം എനിക്ക് വലിയ പിടുത്തമില്ല. അങ്ങനെ ഇവരിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അങ്ങനെ കിച്ചണിൽ അവിടെ ഫാനിൻ്റെ അടിയിലിരുന്നു. എനിക്ക് ആകെ കൂടെ ഒരു സംരംഭമായിരുന്നു. വന്നിട്ട് ഞാൻ മുഖം കഴുകി കാലിൽ വെള്ളമൊഴിച്ച് കയ്യിലൊക്കെ വെള്ളമൊഴിച്ചെങ്കിൽ പോലും ഭയങ്കര ഒരു സംരംഭമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇവരുടെ ഒരേ വർത്തമാനങ്ങളും കാര്യങ്ങളും കേട്ടപ്പോഴാണ് തോമുകുട്ടൻ വന്നത്. തോമുകുട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉറക്കം കണ്ണിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 9:10 എണീക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കാണ്ട് വെച്ച് ഒരു 8:30-9 ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ രാവിലെ എണീക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ ഓരോ സൂത്രം പറഞ്ഞ് ഇങ്ങോട്ട് വെച്ച് നിർത്തിയേക്കണം കേട്ടോ. അപ്പോൾ മൂപ്പരിങ്ങനെ ഓരോ വിശേഷങ്ങൾ ഒച്ചുവിനോട് ചോദിച്ചറിയണതാണ്. ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മോടും ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വിശേഷങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഇടയ്ക്ക് ഒരേ കോലുമിഠായി തിന്ന്, കോലുമിഠായി ഓരോ അതിൻ്റെ കളറ് പറയും, ഫ്ലേവർ പറയും. അപ്പോൾ ഉറക്കം വന്നപ്പോൾ ആ മിഠായി കൊണ്ട് ഇങ്ങനെ മേത്തൊക്കെ ആക്കണം. അപ്പോൾ ഡിവൈൻ വഴക്ക് പറയണം. അപ്പോൾ വന്നു നമ്മുടെ ചാക്കോച്ചൻ. അപ്പോൾ നിങ്ങളോട് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചൻ വയർക്കണ കാര്യം. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നറിയില്ല. ഇങ്ങനെയാണ് ഇതാ കണ്ടോ, വയർത്ത് ഫുൾ വെള്ളമാണ് മേത്ത് മുഴുവൻ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ AC-ന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. കാരണം നമുക്ക് മനസ്സിലാവും, നമ്മൾക്കൊക്കെ അത് അത്രയും പുറത്ത് കാണിച്ചില്ലെങ്കിലും അവനത് കറക്റ്റ് കാണാം.
ഇവിടെ അതേ തോമ ഒരു പുതിയ സംഭവം പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എവിടെ നിന്ന് കണ്ടതാണെന്നറിയില്ല, ഫോണിൽ നിന്നാവുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോഡ കുലുക്കണ പോലെ കുപ്പി അങ്ങോട്ട് കുലുക്കിയിട്ട് ഈ മൂടി തുറന്നിട്ട്, ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്, തുറന്നിട്ട് അത് വിരലുകൊണ്ട് തട്ടിച്ച് കുടിക്കുക. അതാണ് അവൻ്റെ കണക്ക്. അതിപ്പോൾ ഓച്ചുവിനെ കാണിക്കാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ച്, അല്ലെങ്കിൽ മിണ്ടാണ്ട് ആ സെറ്റിമ്മ പോയി കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ അവനെ കൊണ്ട് ഓരോന്ന് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉറങ്ങാണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് മൂപ്പരുടെ പരിപാടി. അപ്പോൾ ഇപ്പുറത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, നിൽക്കാനും ഇരിക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇപ്പോഴും അവനെ കൂടി ഡാൻസൊക്കെ കളിപ്പിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്യും അവൻ. ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ. ഇപ്പം എന്താണെന്നറിയില്ല, കാക്ക എന്തൊക്കെയോ അവൻ പറഞ്ഞു തുടങ്ങി. പിന്നെ ഞങ്ങൾ ടി വിയിലായാലും അവൻ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ ഈ ചേട്ടന്മാർ ടി വി വയ്ക്കുമ്പോൾ എന്ത് തന്നെയായാലും ഇവൻ അങ്ങോട്ട് നോക്കാണ്ടിരിക്കില്ല. അപ്പോൾ അവൻ ഇത്തിരി ദൂരെ ആയാലും വോക്കറിലിരുത്തും. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ചപ്പാത്തിയും മറ്റേ ആലു കീമ, അങ്ങനെയാണ് സംഭവം. അത് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ സംഭവമാണ്, ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ അതിട്ടിട്ട് ഈ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട്, അപ്പോൾ ഓച്ചുവാണ് ഇത് ചെയ്യണ ആൾ. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഇൻഡസിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതെന്താ, കുറേ പേര് ചോദിച്ചു ഇത് പരസ്യത്തിന് വേണ്ടി പറയണത്. അങ്ങനെയല്ല, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മളെപ്പോഴും നല്ലതെന്ന് പറയുമല്ലോ. അപ്പോൾ ചില പാത്രങ്ങൾ കാര്യമില്ല. പക്ഷേ ഇൻഡസിൻ്റെ ഈ ബാച്ച് ഭയങ്കര നല്ല പാത്രങ്ങളാട്ടോ. അടി പിടിക്കില്ല, പിടിച്ചാൽ തന്നെ കഴുകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ അത്രയും അധികം പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൽ ഇപ്പോൾ ഇവിടെ ഡിവൈൻ ഡാൻസ് കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ടുവരാണ്ടപ്പോൾ മൂപ്പര് അത് നിർത്തിയത് കേട്ടോ. ഇവർ പാട്ട് വെച്ചിട്ട് അവർ രണ്ടുപേരും കിച്ചണിൽ നിൽക്കുക. അപ്പോൾ ഇതിൽ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴഞ്ഞു വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട്, അതും മൂത്ത് വരുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ, കീമയാക്കി വെച്ചിട്ടുള്ളത്, അടിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇടണം ചെയ്യണം. അപ്പോൾ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ സാധാരണ കിഴങ്ങ് ഇതിലിട്ട് വേവിച്ചാൽ മതി എന്ന് പറയും. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൽ ഒരു അടി അടിച്ചു. കാരണം വെറുതെ കുറേ ഗ്യാസ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് കുക്കറിൽ ഒരു ഇത് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് ഇട്ടു. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ അവൾ വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മല്ലിയില എൻ്റെ മുകളിലിട്ടത്. പിന്നെ ഞാനൊന്നും കണ്ടില്ല, ഞാൻ ജസ്റ്റ് വന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഞാൻ നോക്കിയില്ല എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു കറിയായിരുന്നു. ഞാൻ സാധാരണ കീമ മാത്രം റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാറുണ്ട്. ഇത് നല്ല ഫ്ലേവറുള്ള നല്ലൊരു കറി. പിന്നെ മേമ്പടിക്ക് ഇനി എന്തെങ്കിലും അവൾ ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയ്ക്കേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നല്ലൊരു ഫ്ലേവറുള്ള നല്ലൊരു കറി. എന്താ പറയുക, നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരം നല്ലൊരു ടേസ്റ്റുള്ള കറിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടിയും ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് എനിക്കിഷ്ടമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരാഴ്ചയായില്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറച്ചി കഴിഞ്ഞു, മീൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി കട്ട്ലേറ്റിലേക്കുള്ള കീം അടിച്ച് വെച്ചത് ബാക്കിയുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടാക്കാണ്ട് നീക്കി വെച്ചത്. അതുകൊണ്ട് ഒപ്പിച്ചതാണ് ഈ കറി. അപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് ഒരു കറി ഉണ്ടാക്കുക. അതാണ് ഇവിടെ ഡിംപിളുടെ സ്ഥിരം പണി കേട്ടോ. എന്താണ് ചിലപ്പോൾ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരു കറി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് അവൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും നാശമാക്കില്ല. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ഉള്ളത് അത് വെച്ച് യൂസ് ചെയ്തിപ്പോൾ അവസാനം കുരുമുളക് പൊടി ഇട്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തൊക്കെയോ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ദേ നമ്മുടെ പനങ്കൽക്കണ്ടം ഉരുക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാനാണ് ഇത് ഇങ്ങനെ അരിച്ചൊക്കെ ചെയ്യുക. ഞാനും ഡിവൈനും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം സത്യത്തിൽ ഞാൻ മറന്നു പോയത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ കിടക്കാറാകുമ്പോൾ ഞാൻ ഒഴിച്ച് വെച്ചോളാം. അപ്പോൾ ലയൺ ഡേറ്റ് സിറപ്പിൻ്റെ ബോട്ടിലാണ് ഞാൻ സ്ഥിരം ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ അതിലവിടെ ഇരുന്നോളും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ, ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ആയതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചൂടാറിയിട്ട് അതൊന്ന് തുറന്ന് വെക്കും. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചോറ് ഉച്ചയിലത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഡാഡിയും വളരെ കുറച്ച് കഴിച്ചിട്ടാണ് പോയത്. ഇവരും കഴിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവരത് കഴിഞ്ഞിട്ട് എന്തോ ഷെയ്ക്കാണോ എന്തോ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫലൂഡയാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പോകുമ്പോൾ ഫലൂഡയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ കഴിച്ചിട്ടുള്ള ഗ്ലാസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ അങ്ങനെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡിവൈൻ മുകളിലേക്ക് പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്
ഡിംപിൾ ഇവിടുത്തെ സംഭവം കഴിഞ്ഞ് പാച്ചുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. അടുത്ത ഊഴം എൻ്റെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 പേരും ഇങ്ങനെ സഹകരിച്ചിട്ടാണ് ഓരോന്ന് ഇപ്പോൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതോടുകൂടി ഇതേ പട്ടിക്കുള്ള ഇറച്ചി അവിടേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വേവിക്കണം. അപ്പം പിന്നെ പ്രത്യേകിച്ച് ബീഫിൻ്റെ വേസ്റ്റ് പീസുകളാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാൻ. നല്ല പീസുകളാണ്. നല്ല പീസ് എന്ന് പറഞ്ഞാൽ കണകുണല്ല, നല്ല നാവ് വെട്ടിയത്, അങ്ങനെ നല്ല പീസുകൾ. അപ്പം നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി വേവിക്കണം, അതിൻ്റെ അതേ ലാഘവമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പം നമ്മളിവിടെ എണ്ണീട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഒരാൾ എത്ര എണ്ണം കഴിക്കും, കാരണം കപ്പാസിറ്റി നോക്കണ്ടേ, രാത്രി അതും ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് എണ്ണീറ്റാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ബാക്കി മാറ്റിയിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കാറ് കേട്ടോ. ഇന്നിപ്പോൾ 6 എണ്ണമാണ് ബാക്കി വന്നിട്ടുള്ളത്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ ഇപ്പോൾ രാവിലെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഓർത്തത്, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ് രാത്രിയിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ മേശപ്പുറത്ത് വെച്ചു. ഇനിയിപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. അപ്പോൾ സാധാരണ ഒരു സാലഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ചൂട് കാരണം നമുക്ക് ഒരു പണി എടുക്കാനായിട്ട് തോന്നണില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ പറഞ്ഞു, ഇനി ഒരു മഴ വന്ന് ഒന്ന് ഭൂമി തണുത്തിട്ട് ഞാൻ ഒതുക്കാനായിട്ട് ഞാനുള്ളൂ. കാരണം നമ്മൾ ഒതുക്കുമ്പോൾ വെറുതെ AC ഇട്ടിട്ട് നിന്ന് ഒതുക്കാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ആ കറണ്ട് ചാർജും കൂടി പോവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 3 റൂമിൽ ഒന്നിച്ച് AC ഇടുമ്പോൾ ട്രിപ്പാവുക. അപ്പോൾ എന്തിനാ വെറുതെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. എന്തായാലും ഒതുക്കാനുള്ളത് അവിടെ കിടന്നോട്ടെ, നമുക്കൊന്ന് മഴ പെയ്യുമ്പോൾ ഒതുക്കിയാൽ മതിയല്ലോ. കുട്ടികൾ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷനൊന്നും ഒരാളും വരുന്നില്ല. അത്യാവശ്യം ഒതുങ്ങിയിട്ടാണല്ലോ കിടക്കണേന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാതും കൃത്യമായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറുകയായിട്ടോ. അപ്പം ഞാൻ ഇന്നലെ വെച്ച ചെടിക്ക് രാവിലെയും നനച്ചു, വൈകുന്നേരവും നനച്ചു. ഇത് നാളെ വാഷ് ചെയ്യാനുള്ള തുണികളുടെ ഡിവൈൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ബെഡ്ഷീറ്റൊക്കെ മാറാൻ പോയേക്കാന്ന്. അപ്പോൾ ഈ പെട്ടികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഫുള്ള് ഒതുക്കി മാറ്റി വെക്കേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി മഴ പെയ്യാണ്ട് ഞാൻ ഒന്നിനും ഇല്ലയെന്ന്. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീന്നൊക്കെ ഇങ്ങനെ തീൻ്റെ പോലെയാണ് ഇങ്ങോട്ട് വരണത് ചൂട്. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മാങ്ങ ബാക്കി വന്നപ്പോൾ ഇനിയിപ്പോൾ അത് പിന്നാക്കി വെക്കേണ്ട വെച്ചിട്ട് അത് കട്ട് ചെയ്ത് എല്ലാവരും കൂടി അത് കഴിച്ചു. അങ്ങനെ അമ്മയും മോനും ആദ്യം പോയി. തോമുനെ നേരത്തോടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പനും മോനും കൂടി പോയി. ഡിംപിൾ പാച്ചുവിനെ കുളിപ്പിക്കാൻ പോയി. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ ഫോണിലാണ് കാണാറ്. ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ അത് കാണാമായിരുന്നു. അപ്പോഴേക്കും ഇവരുടെ എല്ലാം കഴിഞ്ഞ് ഇവർ അടക്കള ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇത് ചൂടാറിയിട്ടില്ല. ഞാൻ പിടിച്ച് നോക്കിയപ്പോൾ ചൂടുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് അടയ്ക്കാം. അതുവരെ ഇങ്ങനെ തുറന്നിരുന്നു. എന്നാൽ ശരിക്കും തുറക്കാനും പറ്റില്ല, കാരണം മധുരമുള്ളതല്ലേ, വല്ല ഉറുമ്പോ ഈച്ച വന്ന് വീഴണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി. ഇപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെ വെക്കാറുണ്ടെന്ന്. അപ്പോൾ വെള്ളം വെച്ചു. എല്ലാ ഇൻസ്പെക്ഷൻ എന്ന് പറയാം, നമുക്ക് എല്ലാ ഭാഗവും നോക്കി സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്ത്. അതായത് ഞാൻ എപ്പോഴും ഇൻഡക്ഷനും ഓവനൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടൊക്കെ എടുക്കാം കേട്ടോ. മോട്ടർ പിന്നെ ചെയ്യാറില്ല, മോട്ടർ ഓട്ടോമാറ്റിക് ആയ കാരണം അവിടെ കെടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുമ്പോൾ ഇവർ 2 പേരും ഫലൂഡ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ ഞാൻ കളയണ്ടെന്ന് പറയും. സംഭവം ഇത് ഡിസ്പോസിബിൾ ആയാലും നമുക്ക് അടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അത് കഴുകി ഉണക്കി വയ്ക്കും. ഇത് നമ്മുടെ ഗ്യാസ് നോക്കിയാൽ ശരിക്കും 1.5 മാസത്തോളം ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്ന് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റിയെങ്കിൽ എന്തോരം രൂപ നഷ്ടമായി തന്നെ. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂം ഒരുവിധം ഒരു 90% അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ആ ബെഡ്ഷീറ്റ് അതേ കളറിലാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കിടക്കടയിൽ മുമ്പ് ഒതുക്കുമ്പോഴൊക്കെ വേറെ ഷീറ്റ് ഇടുക, കാരണം അത് അഴുക്കാവണ്ട വെച്ചിട്ട്, പൊടിയാവണ്ട വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാതും ഒതുങ്ങി എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോഴാണ് എനിക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇത്തിരി വൈകിയാലും സാരില്ല എന്ന് വിചാരിക്കും. സംഭവം നാളെ വലിച്ചിടാനുള്ളതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, അത് ഒതുക്കാണ്ടിരിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ കിടന്ന് കഴിയുമ്പോൾ എൻ്റെ ഒരു തൃപ്തിക്ക് എല്ലാതും ഓക്കെ ആയിട്ടാണ് ഞാൻ കിടക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞു. ശരിക്കും മനസ്സിന് ഭയങ്കര ഭാരമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒട്ടും നല്ലൊരു ദിവസമല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, വിനിയുടെ ഓർമ്മകളായിരുന്നു മൊത്തം. കൊഞ്ചിയുള്ള വർത്താനവും എന്താ പറയുക, അങ്ങനെ ഒരു എപ്പോഴും ചിരിക്കുന്ന ഒരു മുകളിലൊരു മോളായിരുന്നു. പക്ഷേ ദൈവം 45 വർഷമേ ആ കുട്ടിക്ക് ഭൂമിയിൽ ഒരവസരം കൊടുത്തുള്ളൂ. എന്തായാലും ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാവരും വിനീനെ ഓർക്കുക, ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് ബൈ.